Hello dears, welcome to the class. Today we are going to introduce our first unit, the warmth of love. Okay, let's start our class. നമ്മുടെ ആദ്യത്തെ യൂണിറ്റ് ആണ്. ആദ്യം ഒരു കോട്ടാണുള്ളത്. എർത്ത് ഈസ് ദ റൈറ്റ് പ്ലേസ് ഫോർ ലവ്. റോബർട്ട് ഫ്രോസ്റ്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഭൂമിയാണ് സ്നേഹത്തിന് പറ്റിയ ഏറ്റവും നല്ല സ്ഥലം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദ കിസ്സിങ് ഹാൻഡ്. കിസ്സിങ് എന്ന് പറഞ്ഞാൽ ഉമ്മ നൽകുക, മുത്തം നൽകുക എന്നൊക്കെയാണ്. എവിടെയാണ്? ഹാൻഡ്, കയ്യിൽ. ഇൻ ദിസ് സ്റ്റോറി എ ലിറ്റിൽ റക്കൂൺ നെയ്മഡ് ചെസ്റ്റർ ഈസ് hesitant about going to school. Now let's see what happens to him. ഈ സ്റ്റോറിയിൽ ഒരു ചെറിയ റക്കൂൺ സ്കൂളിലേക്ക് പോകുന്നതാണ്. എന്താണ് റക്കൂൺ? വടക്കേ അമേരിക്കയിലും തെക്കേ അമേരിക്കയിലും കാണപ്പെടുന്ന ഒരു ജീവിയാണ് റാക്കൂൺ. നോർത്ത് അമേരിക്കൻ കാമറൂൺ, കോമൺ റാക്കൂൺ എന്നൊക്കെ അറിയപ്പെടുന്നു. ഇവയുടെ ശരീരത്തിൽ നിറച്ചും രോമമാണ്. അതുപോലെ കറുപ്പും വെളുപ്പും കലർന്ന ചാരനിറത്തിലും ചിലപ്പോൾ മഞ്ഞയും തവിട്ടും ഇടകലർന്ന ചാരനിറത്തിലും ഇവ കാണപ്പെടുന്നു. ഇതിൻ്റെ മുഖത്ത് മാസ്ക് പോലെ ഒന്നുണ്ട്. നമ്മൾ കൊള്ളക്കാരൊക്കെ ഇങ്ങനെ ആളറിയാതിരിക്കാനായിട്ട് കണ്ണിൻ്റെ ഭാഗത്ത് മാത്രം ദ്വാരമിട്ട ഒരു കറുത്ത തുണി കെട്ടില്ലേ, അതുപോലെ. പിന്നെ ഇതിനെ ബുദ്ധിമാനായ കൊള്ളക്കാരൻ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ റാക്കൂണിനെ കുറിച്ച് കുറച്ചൊക്കെ മനസ്സിലായില്ലേ? ഇനി നമുക്ക് റാക്കൂണിൻ്റെ സ്റ്റോറി കേൾക്കാം. പേരെന്താണ്? ചെസ്റ്റർ. സ്കൂളിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ടതാണ്. എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. ചെസ്റ്റർ റാക്കൂൺ stood at the edge of the forest and cried. ചെസ്റ്റർ ഫോറസ്റ്റിൻ്റെ ആ അറ്റത്ത് നിന്ന് കരയാനായിട്ട് തുടങ്ങി. എന്തു പറഞ്ഞിട്ടാണ് കരയുന്നത്? I don't want to go to school, he told his mother. എനിക്ക് സ്കൂളിൽ പോകണ്ട എന്ന് പറഞ്ഞിട്ടാണ്, അമ്മയോട് പറഞ്ഞിട്ടാണ് കരയുന്നത്. I want to stay home with you. I want to play with my friends. I want to play with my toys. I want to read my books. I want to swing on my swing. Please, may I stay home with you? എന്താണ് പറയുന്നത്? I want to stay home with you. എനിക്ക് നിങ്ങളോടുകൂടി വീട്ടിലിരിക്കാനാണ് ഇഷ്ടം. I want to play with my friends. എൻ്റെ കൂട്ടുകാരോടൊത്ത് കളിക്കാനാണ് എനിക്കിഷ്ടം. I want to play with my toys. ടോയ്സ് വെച്ചിട്ട് കളിക്കാനാണ് ഇഷ്ടം. I want to read my books. പിന്നെ എന്താണ് ആവശ്യമുള്ളത്? എൻ്റെ ബുക്സ് വായിച്ചിരിക്കാനാണ് താല്പര്യം. I want to swing on my swing. എനിക്ക് എൻ്റെ ഊഞ്ഞാലിൽ ഊഞ്ഞാലാടാനാണ് ഇഷ്ടം. പ്ലീസ്, മേ ഐ സ്റ്റേ ഹോം വിത്ത് യു. ദയവായി എന്നെ വീട്ടിൽ ഇരുത്താമോ, താങ്കളുടെ കൂടെ, അമ്മയുടെ കൂടെ എന്നാണ് റക്കൂൺ ചോദിക്കുന്നത്. മിസ് റക്കൂൺ took ചെസ്റ്റർ ബൈ ദ ഹാൻഡ് ആൻഡ് nuzzled his ear. എന്ത് ചെയ്തു മിസ് റക്കൂൺ? അതായത് ചെസ്റ്ററിൻ്റെ അമ്മ നെസിൽഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓമനിക്കുക. എങ്ങനെയാണ്? കൈയൊക്കെ ഇങ്ങനെ പിടിച്ച് അമ്മയുടെ മൂക്കും വായയും ഒക്കെ അവൻ്റെ ചെവിയിലിട്ട് ഇങ്ങനെ ഉരസുക, അല്ലെങ്കിൽ മുഖത്ത് ഉരസുന്നു. ഇതിനെയാണ് നെസിൽഡ് എന്ന് പറയുന്നത്. സ്നേഹത്തോടെ ചെയ്യുന്നതാണ്. കണ്ടില്ലേ ഇതുപോലെ. Sometimes we all have to do things we don't want to do, she told him gently. അമ്മ മകനോട് പറഞ്ഞു, ചില സമയങ്ങളിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും ചെയ്യേണ്ടി വരും. Even if they seem strange and scary at first, but you will love to school once you start. You will make new friends and play with new toys. You can read new books and swing on new swings. അമ്മ എന്താണ് അവനോട് പറഞ്ഞത്? ഈവൻ ഇഫ് ദേ സീം സ്ട്രേഞ്ച് ആൻഡ് സ്കാരി അറ്റ് ഫസ്റ്റ്. സ്ട്രേഞ്ച് എന്ന് പറഞ്ഞാൽ പരിചിതമല്ലാത്ത, അല്ലേ? സ്കാരി എന്ന് പറഞ്ഞാൽ ഭയം. അറ്റ് ഫസ്റ്റ്, ആദ്യം പരിചയമില്ലാത്ത സ്ഥലത്ത് ഒരു അപരിചിതത്വവും അതുപോലെ തന്നെ ഒരു ഭയവും ഒക്കെ നിനക്ക് തോന്നും. പക്ഷേ നിനക്ക് സ്കൂൾ ഇഷ്ടമാകും. പോയി തുടങ്ങിയാൽ അവിടെ നിന്ന് നിനക്ക് കുറച്ച് ഫ്രണ്ട്സ് പുതിയത് കിട്ടും. അതുപോലെ തന്നെ പുതിയ ടോയ്സ് കിട്ടും, പുതിയ ബുക്സ് കിട്ടും. പിന്നെയോ ഊഞ്ഞാലാടാൻ പുതിയ സ്വിങ്സും എല്ലാം അവിടെ ഉണ്ടാകും. ബിസൈഡ്സ്, ഷീ ആഡഡ്, I know a wonderful secret that will make your nights at school
seem as warm and cozy as your days at home. Chester wiped away his tears and looked interested. ബിസൈഡ്സ് അതുകൂടാതെ അമ്മ ഒരു കാര്യം കൂടെ പറഞ്ഞു. ഐ നോ എ വണ്ടർഫുൾ സീക്രറ്റ് ദാറ്റ് വിൽ മേക്ക് യുവർ നൈറ്റ്സ് അറ്റ് സ്കൂൾ സീം ആസ് വാം ആൻഡ് കോസി ആസ് യുവർ ഡേയ്സ് അറ്റ് ഹോം. എനിക്കൊരു സീക്രട്ട്, ഒരു രഹസ്യം അറിയാം. അത് നീ സ്കൂളിലായിരിക്കുമ്പോൾ രാത്രി അത് നിന്നെ വാം ആൻഡ് കോസി എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലാണ് കൂടുതലായിട്ട് കംഫർട്ടായിട്ട് ഇരിക്കുക അല്ലേ? നമ്മുടെ വീട്ടിലുള്ളതുപോലെ തന്നെ നിനക്ക് സ്കൂളിലും തോന്നും. അപ്പോൾ അത് എന്താണ് എന്ന് ഞാൻ പറയാമെന്ന് പറഞ്ഞപ്പോൾ ചെസ്റ്റർ എന്തു ചെയ്തു? കണ്ണൊക്കെ തുടച്ചു, ഇൻട്രസ്റ്റോടുകൂടി അത് കേട്ടു. എ സീക്രട്ട്? വാട്ട് കൈൻഡ് ഓഫ് എ സീക്രട്ട്? എ വെരി ഓൾഡ് സീക്രട്ട് സെഡ് മിസ് റാക്കോൺ. എന്ത് സീക്രട്ട് എന്ന് ചോദിച്ചപ്പോൾ റക്കോൺ പറഞ്ഞു, ഇതൊരു പഴയ സീക്രട്ടാണ്, രഹസ്യമാണ്. ഐ ലേൺഡ് ഇറ്റ് ഫ്രം മൈ മദർ ആൻഡ് ഷീ ലേൺഡ് ഇറ്റ് ഫ്രം ഹെർ മദർ. ഇറ്റ് ഈസ് കോൾഡ് ദ കിസ്സിങ് ഹാൻഡ്. ഞാനിത് പഠിച്ചത് എൻ്റെ അമ്മയിൽ നിന്നാണ്, എൻ്റെ അമ്മ ഇത് അവരുടെ അമ്മയിൽ നിന്നാണ്. ഇതിനെ പറയുന്നതാണ് കിസ്സിങ് ഹാൻഡ്. ദ കിസ്സിങ് ഹാൻഡ് ആസ്ക്ഡ് ചെസ്റ്റർ. അപ്പോൾ ചെസ്റ്റർ ചോദിച്ചു, കിസ്സിങ് ഹാൻഡോ, അതെന്താണ്? വാട്ട് ഈസ് ദാറ്റ്? എന്താണത്? ഐ വിൽ ഷോ യു, ഞാൻ കാണിച്ചു തരാം. മിസ് റാക്കോൺ ടുക്ക് ചെസ്റ്റേഴ്സ് ലെഫ്റ്റ് ഹാൻഡ് ആൻഡ് സ്പ്രെഡ് ഹിസ് ടൈനി ഫിംഗേഴ്സ് ഇൻ ടു എ ഫാൻ. ലീനിങ് ഫോർവേഡ് ഷീ കിസ്ഡ് ചെസ്റ്റർ റൈറ്റ് ഇൻ ദ മിഡിൽ ഓഫ് ഹിസ് പാം. ചെസ്റ്റർ ഫെൽറ്റ് ഹിസ് മദേഴ്സ് കിസ് rushed from his hand, his arm and into his heart. Even his silky black mask tingled with a special warmth. മിസ് റാക്കോൺ ചെസ്റ്ററിൻ്റെ ഇടത് കൈയെടുത്തു. എന്നിട്ട് അതിലെ കുഞ്ഞു വിരലുകൾ ഇങ്ങനെ നിവർത്തി ഫാൻ പോലെയാക്കി. എന്നിട്ട് മുന്നോട്ട് വന്ന് എന്തു ചെയ്തു? അവൻ്റെ കൈവെള്ള അറിയില്ലേ, അതിൻ്റെ നടുഭാഗത്ത് കിസ് ചെയ്തു. അപ്പോൾ ചെസ്റ്ററിന് എന്തു തോന്നി? അവൻ്റെ കയ്യിൽ നിന്ന് അവൻ്റെ കൈമുട്ടിലേക്കും പിന്നീട് അത് ഹൃദയത്തിലേക്കും ചെന്നതായിട്ട് തോന്നി. ആ കിസ് ചെയ്തത് സ്നേഹം കൊണ്ട് അമ്മ കൊടുത്തതല്ലേ. ഈവൻ ഹിസ് സിൽക്കി ബ്ലാക്ക് മാസ്ക് ടിങ്കിൾഡ് വിത്ത് എ സ്പെഷ്യൽ വാംത്ത്. ഈ കിസ് കിട്ടിയപ്പോൾ അവൻ്റെ സിൽക്കി ആയിട്ടുള്ള കറുത്ത മുഖത്തുള്ള മാസ്ക് പോലും ഇങ്ങനെ തരിപ്പ് അനുഭവപ്പെട്ടു. സന്തോഷം കൊണ്ടാണ് അല്ലേ? Miss Raccoon smiled. Now, she told Chester, whenever you feel lonely and need a little love from home, just press your hand to your cheek and think, Mummy loves you, Mummy loves you. And that very kiss will jump to your face and fill you with toasty warm thoughts. She took Chester's hand and carefully wrapped his fingers around the kiss. എന്താണ് മിസ് റക്കോൺ അവനോട് പറഞ്ഞത്? നിനക്ക് whenever you feel lonely, നിനക്ക് എപ്പോഴെങ്കിലും ഒറ്റപ്പെടൽ തോന്നുകയാണെങ്കിൽ, need a little love from home, വീട്ടിലേതുപോലെ നിനക്ക് സ്നേഹം കിട്ടണം എന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യണം? just press your hand to your cheek and think. നിൻ്റെ ആ കൈയെടുത്ത് എവിടെ വെക്കണം? നിൻ്റെ ചീക്ക്, കവിളത്ത് വെക്കണം. എന്നിട്ട് ചിന്തിക്കണം, മമ്മി ലവ്സ് യു, മമ്മി ലവ്സ് യു, മമ്മി നിന്നെ സ്നേഹിക്കുന്നു. ആൻഡ് ദാറ്റ് വെരി കിസ് വിൽ ജമ്പ് ടു യുവർ ഫേസ് ആൻഡ് ഫിൽ യു വിത്ത് ടോസ്റ്റി വാം തോട്ട്സ്. അങ്ങനെ ചിന്തിച്ചാൽ എന്ത് ചെയ്യും? ആ കയ്യിലിരിക്കുന്ന കിസ് നിൻ്റെ മുഖത്തേക്ക് ചാടി കയറുമെന്നാണ് പറയുന്നത് അമ്മ അല്ലേ? അപ്പോൾ നിനക്ക് വളരെ കംഫർട്ടബിളായിട്ടുള്ള, സന്തോഷകരമായിട്ടുള്ള, സമാധാനമുള്ള ഒരു ചിന്ത വരും. സമാധാനം കിട്ടും. വീട്ടിലേതുപോലെ നിനക്ക് തോന്നും, അമ്മ നിന്നെ സ്നേഹിക്കുന്നു എന്ന് തോന്നും. ഷീ ടുക്ക് ചെസ്റ്റേഴ്സ് ഹാൻഡ് ആൻഡ് കെയർഫുള്ളി റാപ്ഡ് ഹിസ് ഫിംഗേഴ്സ് അറൗണ്ട് ദ കിസ്. എന്നിട്ട് അമ്മ എന്ത് ചെയ്തു? അവൻ്റെ ആ കൈയില്ലേ, അമ്മ കൊടുത്ത കിസ്സുള്ള കൈ ഇങ്ങനെ ചുരുട്ടി, അത് പോകണ്ട എന്ന് കരുതി ചെയ്യുന്നത് പോലെ. നൗ ബി കെയർഫുൾ നോട്ട് ടു ലോസ് ഇറ്റ്, ഷീ ടീസ്ഡ് ഹിം. ഇപ്പോൾ അത് കെയർഫുള്ളായിട്ട് സൂക്ഷിച്ച് വെക്കണേ, കളയരുത് എന്ന് അമ്മ അവനെ കളിയാക്കി. ബട്ട് ഡോണ്ട് വറി, വെൻ യു ഓപ്പൺ യുവർ ഹാൻഡ് ടു വാഷ് ആഫ്റ്റർ ഹാവിങ് ഫുഡ്, ഐ പ്രോമിസ് ദ കിസ് വിൽ സ്റ്റിക്ക്. പക്ഷേ വിഷമിക്കണ്ട, നീ കൈ കഴുകിയാലും
ഭക്ഷണം കഴിച്ചാലും ഒന്നും ഞാൻ പ്രോമിസ് ചെയ്യുന്നു, ആ കിസ് അവിടെ തന്നെ സ്റ്റിക്കായിട്ട് ഒട്ടിയിരിക്കും, പോവില്ല എന്നാണ് അമ്മ പറയുന്നത്. ചെസ്റ്റർ ലൗഡ് ഹിസ് കിസ്സിങ് ഹാൻഡ്. ചെസ്റ്ററിന് അവൻ്റെ ആ കിസ് കിട്ടിയ കൈയെ ഇഷ്ടം തോന്നി. Now he knew his mother's love would go with him wherever he went. He went to the school. അവന് മനസ്സിലായി അവൻ്റെ അമ്മയുടെ സ്നേഹം അവൻ എവിടെ പോയാലും ഉണ്ടാവുമെന്ന്, സ്കൂളിൽ പോയാലും. That night Chester stood in front of his school and looked thoughtful. അന്ന് രാത്രി അവൻ സ്കൂളിൻ്റെ മുന്നിലിങ്ങനെ നിൽക്കുകയായിരുന്നു, ഓരോന്ന് ചിന്തിച്ചിട്ട്. Suddenly he turned to his mother and grinned. പെട്ടെന്ന് അവൻ അവൻ്റെ അമ്മയുടെ അടുത്തേക്ക് തിരിഞ്ഞു, ഒരു വിഡ്ഢിച്ചിരി ചിരിച്ചു. എന്തുകൊണ്ടാണ് അങ്ങനെ ചിരിച്ചത്? ഒരു വിഡ്ഢിച്ചിരി, ഒരു കളിയാക്കിയ പോലെയുള്ള ചിരി. എന്തെങ്കിലും ഒരു സൂത്രം ഒപ്പിക്കാനോ ഒരു കുറുമ്പ് കാട്ടാനോ ആയിരിക്കും, അതുകൊണ്ടാണ് അവൻ അങ്ങനെ ചിരിച്ചത്. Give me your hand, he told her. നിങ്ങളുടെ കൈ തരൂ എന്ന് അവൻ അവൻ്റെ അമ്മയോട് പറഞ്ഞു. Chester took his mother's hand in his own and unfolded her large, familiar fingers into a fan. എന്നിട്ട് എന്തു ചെയ്തു? ചെസ്റ്റർ അമ്മ ചെയ്തതുപോലെ തന്നെ അവരുടെ കൈകളെടുത്ത് നിവർത്തി ഫാൻ പോലെയാക്കി. Next he leaned forward and kissed the center of her hand. എന്നിട്ട് എന്ത് ചെയ്തു? അമ്മ ചെയ്തതുപോലെ തന്നെ മുന്നിലേക്ക് കുനിഞ്ഞ് ചെന്ന് അമ്മയുടെ കയ്യിൽ മുത്തം വെച്ചു. Now you have a kissing hand too, he told her with a gentle. എന്നിട്ട് എന്ത് ചെയ്തു? Now you have a kissing hand. നിങ്ങൾക്കും ഇപ്പോൾ ഒരു kissing hand ഉണ്ട് എന്ന് പറഞ്ഞു. ഗുഡ് ബൈ, അമ്മയോട് ഗുഡ് ബൈ പറഞ്ഞു. I love you, Chester said as he turned and danced away. I love you, Chester said. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് തിരിഞ്ഞ് ഡാൻസ് ചെയ്തുകൊണ്ട് പോയി. Miss Raccoon watched Chester scamper across a tree limb and enter the school. As the first bell of the new school year rang, she pressed her left hand to her cheek and smiled. മിസ് റാക്കൂൺ ചെസ്റ്റർ ഇങ്ങനെ പോകുന്നത് നോക്കി നിൽക്കുകയാണ്. കണ്ടില്ലേ, സ്കൂളിലേക്ക് എത്തുന്നതും. എങ്ങനെയാണ് പോകുന്നത്? സ്കാംബർ അക്രോസ് എ ട്രീ ലിംബ്. സ്കാംബർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെപ്രാളപ്പെട്ട് തുള്ളിച്ചാടി ഇങ്ങനെ പോവുകയാണ്. അക്രോസ് എ ട്രീ ലിംബ്. ട്രീ ലിംബ് എന്ന് പറഞ്ഞാൽ, ലിംബ് എന്ന് പറഞ്ഞാൽ വളച്ചാൽ ഇങ്ങനെ വളയുന്ന ഒരു ചെടിയുടെ കുറുകെയാണ് പോയത്. ആസ് ദ ഫസ്റ്റ് ബെൽ ഓഫ് ദ ന്യൂ സ്കൂൾ ഇയർ റാങ്. ആദ്യത്തെ ബെല്ലടിച്ചു, സ്കൂളിലെ ആദ്യത്തെ ബെല്ലടിച്ചപ്പോൾ ഷീ പ്രസ്ഡ് ഹെർ ലെഫ്റ്റ് ഹാൻഡ് took her cheek and smiled. അവളുടെ ഇടത്തെ കൈയെടുത്ത് കവളിങ്ങനെ വെച്ചു, എന്നിട്ട് ചിരിച്ചു. കാരണം അതിലാണ് ചെസ്റ്റർ കിസ് കൊടുത്തിരിക്കുന്നത്. The warmth of Chester's kiss filled her heart with special words. Chester loves you, it sang. Chester loves you. അമ്മയ്ക്ക് ആ കൈയെടുത്ത് മുഖത്ത് വെച്ചപ്പോൾ ചെസ്റ്ററിൻ്റെ ആ സ്നേഹം, ചെസ്റ്റർ കൊടുത്ത കിസ് അവളുടെ ഹൃദയത്തിൽ തട്ടി. എന്നിട്ട് എന്താണ് മനസ്സ് പറഞ്ഞത്? ചെസ്റ്റർ ലവ്സ് യു. ചെസ്റ്റർ നിങ്ങളെ സ്നേഹിക്കുന്നു. ചെസ്റ്റർ നിങ്ങളെ സ്നേഹിക്കുന്നു. ഹൗ വാസ് ദ സ്റ്റോറി? എല്ലാവർക്കും സ്റ്റോറി ഇഷ്ടമായില്ലേ? അബൌട്ട് ദ ഓതർ. ഈ സ്റ്റോറി എഴുതിയ ആൾ ആരാണ് എന്ന് നോക്കാം. ഓഡ്രി പെൻ ഈസ് എൻ അമേരിക്കൻ റൈറ്റർ ഓഫ് സ്റ്റോറീസ് ഫോർ ചിൽഡ്രൻ. ഓഡ്രി പെന്നാണ് ഇത് എഴുതിയത്. ഓഡ്രി പെൻ അമേരിക്കൻ എഴുത്തുകാരിയാണ്, കുട്ടികൾക്ക് വേണ്ടി കഥയൊക്കെ എഴുതുന്ന. ഷീ ഈസ് ബെസ്റ്റ് നോൺ ഫോർ ദ കിസ്സിങ് ഹാൻഡ്, എ പിക്ചർ ബുക്ക് ഫീച്ചറിങ് റക്കൂൺസ് വിത്ത് ഹ്യൂമൻ ക്വാളിറ്റീസ്. അവർ ഏറ്റവും അറിയപ്പെടുന്നത് കിസ്സിങ് ഹാൻഡ് എന്ന ഈ ഒരു പിക്ചർ ബുക്കിൻ്റെയാണ്. ഇതിലുള്ളത് റക്കൂൺസ്, മരപ്പട്ടിയാണ്. ഹ്യൂമൻ ക്വാളിറ്റീസ് ഉള്ള ഒരു മരപ്പട്ടിയുടെ കഥ പറയുന്ന ഈ ഒരു ബുക്കിലൂടെയാണ് അവർ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത്. ന്യൂ വേർഡ്സ് നോക്കാം. കോസി. കോസി എന്ന് പറഞ്ഞാൽ ഗിവിങ് എ ഫീലിംഗ് ഓഫ് കംഫർട്ട്, സുരക്ഷിതത്വം തോന്നുന്ന ഒരു ഫീലിങ്ങിനെയാണ് കോസി എന്ന് പറയുന്നത്. എഡ്ജ്, ദ ഔട്ടർ ബൗണ്ടറി, ഒരു ബൗണ്ടറിക്ക് പുറത്തുള്ളതിനെയാണ് എഡ്ജ്, അവസാനം, പുറത്ത് എന്നൊക്കെ പറയുന്നത്. ജെൻലി, ഇൻ എ കൈൻഡ് മാനർ. ജെൻലി എന്ന് പറഞ്ഞാൽ വളരെ
മാന്യതയോടുകൂടി, വളരെ നല്ല രീതിയിൽ എന്നാണ് അർത്ഥം. നസിൽ, ടു റബ് അഗെയിൻസ്റ്റ് ജെന്റ്ലി വിത്ത് ദ നോസ് ആൻഡ് മൗത്ത്. മൂക്കും വായും ഉപയോഗിച്ച് വളരെ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഉരസുന്നത്. ഇത് ചെയ്യുന്നത് ഒരു സ്നേഹപ്രകടനമാണ്, നമ്മളുടെ ഇഷ്ടം കാണിക്കുന്നതാണ് ഇത്. സ്കാംബർ, ടു റൺ വിത്ത് ക്വിക്ക് ലൈറ്റ് സ്റ്റെപ്സ്. പെട്ടെന്ന് പോകുന്നതാണ്, എന്നാൽ ചെറിയ കാലടിയോടുകൂടി. സ്കാരി, കോസിങ് ഫിയർ, പേടി തോന്നുന്നത്. സ്വിങ്, ടു മൂവ് ബാക്ക് ആൻഡ് ഫോർത്ത്, മുന്നിലേക്കും പിന്നിലേക്കും ചലിക്കുന്നത്. ടീസ്, ടു മേക്ക് ഫൺ ഓഫ്, കളിയാക്കുന്നത്. ടിങ്കിൾ, ടു എക്സ്പീരിയൻസ് എ സ്ലൈറ്റ് സ്റ്റിങ്ങിങ് സെൻസേഷൻ. ടിങ്കിൾ എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് ഒരു തരിപ്പ് അനുഭവപ്പെടുന്നത്. ടൈനി, വെരി സ്മോൾ, വളരെ ചെറുത്. ടോസ്റ്റി, എ പ്ലസൻറ്റ് ഫീലിംഗ് ഓഫ് വാംത്ത്, സന്തോഷകരമായ ഒരു ഫീലിംഗ്. വാംത്ത്, എ പ്ലസൻറ്റ് സെൻസേഷൻ ഓഫ് കംഫർട്ട് ആൻഡ് അഫെക്ഷൻ, ഇഷ്ടവും അതുപോലെ തന്നെ കംഫർട്ടും ഒക്കെ തോന്നുന്ന ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം. വൈപ്പ്, ടു ക്ലീൻ ബൈ റബ്ബിംഗ്, തുടയ്ക്കുക. റാപ്പ്, ടു കവർ ഓർ എൻക്ലോസ് ഇൻ പേപ്പർ ഓർ അതർ സോഫ്റ്റ് മെറ്റീരിയൽ. റാപ്പ് എന്ന് പറഞ്ഞാൽ ടു കവർ ഓർ എൻക്ലോസ്, മൂടി വയ്ക്കുക. ഇന്നെ പേപ്പർ ഓർ അതർ സോഫ്റ്റ് മെറ്റീരിയൽ വെച്ച്, പേപ്പർ കൊണ്ടോ അല്ലെങ്കിൽ സോഫ്റ്റ് മെറ്റീരിയൽ കൊണ്ടോ കവർ ചെയ്യുക.